നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. ജനനായകനെ അവസാനമായി ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തി ജനസഹസ്രം. വിലാപയാത്രയിലും VSനെ കാണാൻ തിങ്ങി നിറഞ്ഞ് പാതയോരങ്ങൾ. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3-ന് ആലപ്പുഴയിൽ. കാട്ടാന ആക്രമണത്തിൽ അട്ടപ്പാടിയിൽ വീണ്ടും മരണം. ചീരങ്കടവ് ഉന്നതിയിലെ വെള്ളിങ്കിരി ആണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. പശുവിനെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോയ വെള്ളിങ്കിരിയെ ആന ആക്രമിക്കുകയായിരുന്നു. ഒറ്റപ്പാലത്ത് റെയിൽപാളത്തിൽ അപകടകരമായ രീതിയിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വച്ച നിലയിൽ കണ്ടെത്തി. മായന്നൂർ മേൽപ്പാലത്തിന് സമീപമാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയത്. പോലീസും RPFും അന്വേഷണം തുടങ്ങി. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മണ്ണാർക്കാട് കാരാപ്പാടം ആദിവാസി ഉന്നതിയിലുള്ളവരുടെ പുനരധിവാസം വൈകുന്നു. 3 വർഷമായിട്ടും പദ്ധതി പൂർത്തിയായില്ല. ഊരുവാസികൾ കഴിയുന്നത് ചോർന്നൊലിക്കുന്ന തകർന്നു വീഴാറായ വീടുകളിൽ. കുമരംപുത്തൂർ പയ്യനടത്ത് തോടിന്റെ ബണ്ട് തകർന്നത് പുനർനിർമ്മിച്ചില്ല. വെള്ളപ്പാച്ചിലിൽ സമീപത്തെ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. രാഷ്ട്രീയ സാമൂഹ്യ പൊതുരംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ VSനെ അവസാനമായി ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തുകയാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3-ന് ആലപ്പുഴയിലാണ് സംസ്കാരം. ജനനായകന് യാത്രാമൊഴിയേകി കേരളം. 2 അക്ഷരം കൊണ്ട് കേരള ജനതയെ ആകെ ചേർത്തുപിടിച്ച വിപ്ലവനായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തുകയാണ് അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങൾ. തിങ്കളാഴ്ച വൈകിട്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്തയറിഞ്ഞത് മുതൽ തുടങ്ങിയതാണ് കണ്ണേ കരളെ വിളികളുമായുള്ള ആ യാത്രാമൊഴി. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം ദർബാർ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ജനലക്ഷങ്ങളാണ് പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തിയത്. കണ്ണീരണിഞ്ഞും കയ്യിൽ ഒരു കമ്പ് റോസാപ്പൂവുമായും പാർട്ടി അണികളും അല്ലാത്തവരും VSന്റെ ആശയങ്ങളോട് ചേർന്ന് നിന്നവരും ആഭിമുഖ്യം പുലർത്തിയവരുമെല്ലാം അന്ത്യാഭിവാദ്യം നേർന്നു. ജനഹൃദയങ്ങളോട് എത്രത്തോളം ചേർന്ന് നിന്ന നേതാവായിരുന്നു VS എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാവുകയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയും. പ്രായഭേദമന്യേ ജനനായകന് അവസാനമായി വിപ്ലവാഭിവാദ്യം നേരുകയാണ് കേരളം. നാടിനു വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളുമെല്ലാം ധീരസ്മരണകളായി ഈ ഘട്ടത്തിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലേക്ക് VSന്റെ ഭൗതികദേഹം വഹിച്ചുള്ള വിലാപയാത്രയിലും ആയിരങ്ങളാണ് അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ പാതയോരങ്ങളിൽ കാത്തുനിന്നത്.
ബുധനാഴ്ച രാവിലെ 9 മുതൽ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ട്. ഉച്ചകഴിഞ്ഞ് 3-ന് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. ജുബ്ബ ഊരിക്കളഞ്ഞ് ക്ഷേത്രത്തിനകത്ത് കയറി VSന്റെ ഒരു സമരപ്രഖ്യാപനം. പെരിന്തൽമണ്ണ താലൂക്കിൽ പന്തല്ലൂർ വില്ലേജിൽപ്പെട്ട പാട്ടഭൂമിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര നടത്തിപ്പുകാരും നാട്ടുകാരും 16 വർഷം നടത്തിയ സമരത്തിന് മുന്നിൽ നിന്നത് VS ആയിരുന്നു. ഒടുവിൽ 2018 ജൂണിൽ ഭൂമി ക്ഷേത്രത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. 2002 പെരിന്തൽമണ്ണ താലൂക്കിൽ പന്തല്ലൂർ വില്ലേജിൽപ്പെട്ട പാട്ടഭൂമി സംബന്ധിച്ച സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയമായിരുന്നു. ബലനൂർ പ്ലാന്റേഷൻ കൈവശം വെച്ച പന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ 400 ഏക്കർ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞതിനാൽ തിരികെ നൽകണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു സമരം. ക്ഷേത്രം നടത്തിപ്പുകാരും നാട്ടുകാരും 16 വർഷം നടത്തിയ സമരത്തിന് മുന്നിൽ നിന്നത് VS ആയിരുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകാൻ VS അച്യുതാനന്ദൻ അർദ്ധനഗ്നനായാണ് ക്ഷേത്രത്തിൽ കയറിയത്. തികഞ്ഞ നിരീശ്വരവാദിയായ VS അച്യുതാനന്ദൻ ജുബ്ബ ഊരിമാറ്റി അർദ്ധനഗ്നനായാണ് ക്ഷേത്രത്തിനുള്ളിൽ കയറി സമര പ്രഖ്യാപനം നടത്തിയത്. അന്ന് ഇത് വലിയ വാർത്തയായി. 2002 ഒക്ടോബറിലായിരുന്നു ഇത്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നു അച്യുതാനന്ദൻ. ഒടുവിൽ 2018 ജൂണിൽ ഭൂമി ക്ഷേത്രത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പിന്നീട് കോടതി ഉത്തരവിനെ തുടർന്ന് 400 ഏക്കർ റബ്ബർ തോട്ടം ജില്ലാ കളക്ടർ ഏറ്റെടുത്ത് ക്ഷേത്രത്തിന് കൈമാറി. ഇതിനെതിരെ എസ്റ്റേറ്റ് അധികൃതർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും 2018 ഓഗസ്റ്റ് 17-ന് സ്റ്റാറ്റസ് കോ നിലനിർത്താനായിരുന്നു സുപ്രീം കോടതി ഉത്തരവ്. ഈ ഉത്തരവ് പ്രകാരം റബ്ബർ എസ്റ്റേറ്റ് പന്തല്ലൂർ ഭഗവതി ദേവസ്വത്തിന്റെ കൈവശമാണുള്ളത്. നമുക്ക് ഓർക്കാനുള്ളതാണ് ഈ നെമ്മിനിയിലെ എസ്റ്റേറ്റ് 400 ഏക്കറോളം വരുന്ന സ്ഥലം റബ്ബർ എസ്റ്റേറ്റായിട്ട് സ്വകാര്യ മുതലാളിയുടെ കൈവശമായിരുന്നു. അത് അമ്പലത്തിന് അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിൽ പരാതിയുമായി വന്നു. VS അതിനു വേണ്ടി ആകാവുന്ന പരമാവധി ശ്രമം നടത്തി. അതുകൊണ്ടാണ് ആ സ്ഥലം അത്രയും പിടിച്ചെടുത്ത് അമ്പലത്തിന് നൽകാൻ VSന് സാധിച്ചത്. മലപ്പുറം ജില്ലയ്ക്ക് VSനെ മറക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. വേറെ കൂടുതൽ സംസാരിക്കാൻ ഈ സന്ദർഭം അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് VSനൊപ്പമുള്ള പാർട്ടി പ്രവർത്തനങ്ങളെ സ്മരിച്ച് പെരിന്തൽമണ്ണയിലെ മുതിർന്ന CPM നേതാവ് PP വാസുദേവൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലം MLA ആയിരുന്ന V ശശികുമാറും VSനെ സ്മരിച്ചു. പാർട്ടി നേതാവ്, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലെല്ലാം എത്തിയ VSന് EMSന്റെ ജന്മനാടായ പെരിന്തൽമണ്ണയോട് അടുത്ത ബന്ധമാണുള്ളത്. CPM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ മുൻ ചെയർമാനും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ PP വാസുദേവൻ VSനെ ഓർമ്മിപ്പിച്ചു. VS എന്നും പാർട്ടി പ്രവർത്തകർക്ക് ആവേശമാണെന്നും PP വാസുദേവൻ പറഞ്ഞു. VSനെ കുറിച്ച് പറയുമ്പോൾ 1-2 കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത്. ഒന്ന്, 89-ലാണ് ഞങ്ങൾ പെരിന്തൽമണ്ണയിലെ CPMന്റെ ആഫീസ് നിർമ്മിക്കുന്നത്. അതിൻ്റെ ശിലാസ്ഥാപനത്തിന് VS വന്നു. 5 മാസം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്തത് EMS ആയിരുന്നു. പിന്നെ ആ കാലത്ത് അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ചടയൻ മരിച്ചതിന് ശേഷം VS ആയിട്ട് കുറച്ച് കൂടുതൽ അടുത്ത് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായി. ചടയൻ സാഹ് മരിച്ചതിന് ശേഷമാണ് പിണറായി സാഹ് സെക്രട്ടറി പദവി ഏറ്റെടുക്കുന്നത്. ആ കാലത്ത് ഞാൻ കൺട്രോൾ കമ്മീഷൻ ചെയർമാനായിരുന്നു. ആ നിലയിലും പിന്നെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായ സന്ദർഭത്തിൽ ആ നിലയിലുമൊക്കെ VSമായി അടുത്ത് പെരുമാറാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അത്ഭുതകരമാണ് VSൻ്റെ കാര്യം. ഞാൻ ആദ്യം ഓർക്കുന്നത് പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായ കാലത്ത് സാവു MV രാഘവനും മറ്റും പുറത്തു പോയ സമയത്ത് VS ഇവിടെ വന്ന് ഒരു ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ദീർഘകാലം ആളുകളുടെ സംസാര വിഷയമായിരുന്നു അത്. പിന്നെ പല പരിപാടികളിലും VS പങ്കെടുത്തിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് പെട്ടെന്ന് ഓർത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ആ നിലയിൽ വിശദീകരിക്കാത്തത്. മലപ്പുറം ജില്ലയിലും VS മൊത്തത്തിൽ എല്ലായിടത്തും സജീവ സാന്നിധ്യമായിരുന്നു. ഓർത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിമുടി പോരാളിയായിരുന്നു VS. അതുകൊണ്ട് തന്നെ VSന് നേരിട്ട് ജനങ്ങളുമായി ഒരുതരം വല്ലാത്ത ഹൃദയബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് കേരളം എക്കാലവും ഓർക്കും. VS അകത്തും പുറത്തും
ഒരേപോലെ സമരങ്ങൾ നയിച്ചിട്ടുള്ള ധീരനായ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ പാർട്ടി സഖാക്കൾക്ക് ആവേശം നൽകും. VS മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് പെരിന്തൽമണ്ണയിൽ അലിഗഡ് സർവകലാശാല ക്യാമ്പസിന് ഭൂമി ഏറ്റെടുത്തത്. VSന്റെ ഓർമ്മകൾ എന്നും ജ്വലിച്ചു നിൽക്കുമെന്നും മുൻ MLA V ശശികുമാർ പറഞ്ഞു. പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ചെറുപ്പക്കാർ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിൻ്റെ അവസാനം വരെ നിൽക്കണമെന്നായി. അതൊരു വലിയ ഉപദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ പെരിന്തൽമണ്ണയിലെ MLA ആണ്. ആ കാലത്താണ് പെരിന്തൽമണ്ണയിലെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ മുന്നോട്ട് അലിഗഡ് സർവകലാശാലയും നമ്മുടെ ബൈപ്പാസും മിനി സിവിൽ സ്റ്റേഷനും പുനഃസ്ഥാപിച്ചതും എല്ലാം ആ കാലത്തായിരുന്നു. VSന്റെ ധന്യമായ ഓർമ്മ ആദരാഞ്ജലികളാണ്. VSന്റെ വിയോഗത്തിൽ ഏറെ വേദനിക്കുന്ന ഒരാളുണ്ട് തച്ചനാട്ടുകര കുന്നുംപുറത്ത്. VS കുന്നുംപുറം എന്ന് നാട്ടുകാർ വിളിക്കുന്ന മേലെ തലയ്ക്കൽ വീരാൻകുട്ടി. കഴിഞ്ഞ ദിവസം വീരാൻകുട്ടിയെക്കുറിച്ചുള്ള ഒരു വാർത്ത ഞങ്ങൾ നൽകിയിരുന്നു. VSനോടുള്ള സ്നേഹം കൊണ്ട് VS എന്ന പേരിലുള്ള ചായക്കട നടത്തുന്നയാളാണ് വീരാൻകുട്ടി. അവസാനമായി തന്റെ ഇഷ്ട നേതാവിനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് കാരണം പോകാൻ കഴിയില്ലെന്ന സങ്കടത്തിലാണ് വീരാൻകുട്ടി. VSന്റെ പേരുള്ള ഈ ചായക്കടയിലിന്ന് വാക്ക് തർക്കങ്ങളില്ല, തമാശകളും പൊട്ടിച്ചിരികളുമില്ല. VSന്റെ വിയോഗം അറിഞ്ഞതു മുതൽ ശോകമാണ് ഇവിടെ. ഇഷ്ടനേതാവിൻ്റെ വിയോഗത്തിൽ ഏറെ വേദനിക്കുകയാണ് കടയുടമ VS കുന്നിൻപുറം എന്ന വീരാൻകുട്ടി. VSനോടുള്ള ഇഷ്ടം മൂത്തിയിട്ടതാണ് കടയ്ക്ക് VSന്റെ പേര്. തൻ്റെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ശാരീരിക അവശത മൂലം പോവാൻ കഴിയില്ലെന്ന വിഷമത്തിലാണ് വീരാൻകുട്ടി. ഭയങ്കര ദുഃഖമുണ്ട്, കാണാൻ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ ഈ ശ്വാസം മുട്ട് രോഗം കാരണം പോകാൻ പറ്റിയില്ല. പോയിട്ട് കാര്യമില്ല, ഇനി വന്നിട്ട് കാര്യം 5-8 കിലോമീറ്ററോളം നടക്കേണ്ടി വരും, ഒരുപാട് ലൈനിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പോകില്ല എന്നാണ് എല്ലാവരും അഭിപ്രായം. അപ്പോൾ അതിൻ്റെ പേരിൽ പോയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പോയില്ല സംഭവിച്ചു പോയാൽ അപ്പോൾ അതും പ്രശ്നമാകും കരുതിയിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പോകണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. കടയിൽ ആളുകൾ വന്നുപോയാൽ പത്രമെടുത്ത് ആ മുഖമൊന്ന് നോക്കും, വീണ്ടും മടക്കി വെച്ച് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കും. ഞങ്ങൾ കടയിലെത്തിയതിനു ശേഷമുള്ള അരമണിക്കൂറിനുള്ളിൽ നിരവധി തവണ വീരാൻകുട്ടി ഇത് ആവർത്തിച്ചു. VS വിട്ടുപോയെന്നത് വീരാൻകുട്ടിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. ആ കണ്ണുകളിൽ കാണാം ആ നൊമ്പരം. VS എന്ന സമരനായകനെ പെരിന്തൽമണ്ണയിൽ വെച്ച് ഒന്ന് കാണാനും കൈകൊടുക്കാനും വീരാൻകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. വരില്ലല്ലോ ഇനി അങ്ങനെയൊരു നേതാവ് എന്നാണ് വീരാൻകുട്ടി ചോദിക്കുന്നത്. ജനനായകന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകളും കരിങ്കൊടിയും കടയ്ക്ക് മുന്നിൽ കാണാം. കട തുടങ്ങി 12 വർഷത്തിനുമിപ്പുറം വലിയ കച്ചവടമൊന്നുമില്ലെങ്കിലും VS എന്ന പേരിൽ തൻ്റെ കട തല ഉയർത്തി അങ്ങനെ നിൽക്കണമെന്നാണ് വീരാൻകുട്ടിയുടെ ആഗ്രഹം. ഞാനൊക്കെ ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ അതിന് വന്നിട്ട് ഈ തട്ടുകൾ തുടങ്ങി. അപ്പോൾ ഞാൻ VS എന്നൊരു പേരിട്ടു. അത് ഇട്ടേ മൂലം ഇപ്പോൾ അത് തന്നെ. ഇതിനു മുമ്പ് അപ്പുറത്തെ ഒരു കടയിൽ 10-13 വർഷമായി. ഇവിടേക്ക് വന്നപ്പോൾ 4 വർഷമായിട്ടുള്ളൂ. അന്ന് ഇന്നും ഒരു പേര് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൾക്കാർ, നമ്മളേതായ ആൾക്കാർ ഇവിടെ കൂടും. ഓരോരൊരു സൗഹാർദ്ദം, ഓരോരു ബന്ധമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. കച്ചവടത്തിന് വലിയ ലാഭം കിട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ കുടുംബജീവിതം കഴിഞ്ഞിട്ടൊന്നുമല്ല. ഒരു കടയിൽ എന്ത് രാഷ്ട്രീയ ചർച്ച നടന്നാലും VSനോളം വരുമോ എന്ന ഒറ്റ ചോദ്യം ചോദിച്ച് വീരാൻകുട്ടി ആളുകളുടെ ഉത്തരം മുട്ടിച്ചിരുന്നു. താൻ ഉള്ളിടത്തോളം കാലം VSനോടുള്ള ഈ സ്നേഹവും ഈ കടയും ഇവിടെ ഉണ്ടാകുമെന്ന് മാത്രം വീരാൻകുട്ടി പറഞ്ഞു നിർത്തുന്നു. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. കാട്ടാന ആക്രമണത്തിൽ അട്ടപ്പാടിയിൽ വീണ്ടും മരണം. അട്ടപ്പാടി ചീരങ്കടവ് രാജീവ് ഉന്നതിയിലെ വെള്ളങ്കിരിയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ പശുവിനെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോയ വെള്ളങ്കിരിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. രാത്രിയായിട്ടും തിരികെ വരാത്തതോടെ നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി മൃതദേഹം കോട്ടത്തറ ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വന്യമൃഗശല്യത്തിൽ പ്രദേശവാസികൾ ക്ഷുഭിതരാണ്.
ഒറ്റപ്പാലത്ത് റെയിൽ പാളത്തിൽ അപകടകരമായ രീതിയിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മായന്നൂർ മേൽപ്പാലത്തിന് സമീപമാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയത്. പോലീസും RPFും അന്വേഷണം തുടങ്ങി. പാളത്തെയും കോൺക്രീറ്റ് സ്ലീപ്പറിനെയും ബന്ധിപ്പിക്കുന്ന 5 ER ക്ലിപ്പുകളാണ് കണ്ടെത്തിയത്. പാലക്കാട്ടേക്കുള്ള പാളത്തിലായിരുന്നു ഇരുമ്പ് നിർമ്മിത ക്ലിപ്പുകൾ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:15-നും 6:45-നും ഇടയിലാണ് സംഭവം. പാലക്കാട് ഭാഗത്തേക്ക് കടന്നുപോയ മെമുവിലെ ലോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവികത അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് 5 ക്ലിപ്പുകൾ വിവിധ ഭാഗങ്ങളിലായി പാളത്തിന് മുകളിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നാലെ എത്തിയ നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ വേഗത കുറച്ചാണ് കടത്തിവിട്ടത്. ഉറപ്പുള്ള ഇരുമ്പായതിനാൽ അപകട സാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. വിജനമായ സ്ഥലത്തായതിനാൽ പോലീസിന് ഇതുവരെ വ്യക്തമായ സൂചന ലഭിച്ചിട്ടില്ല. പോലീസിന് പുറമെ RPFും അന്വേഷണം തുടങ്ങി. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മണ്ണാർക്കാട് കാരാപ്പാടം ആദിവാസി ഉന്നതിയിലുള്ളവരുടെ പുനരധിവാസ പദ്ധതി 3 വർഷമായിട്ടും പൂർത്തിയായില്ല. ഊരുവാസികൾ ഇപ്പോഴും കഴിയുന്നത് ചോർന്നൊലിക്കുന്ന തകർന്നു വീഴാറായ വീടുകളിൽ. ട്രൈബൽ വകുപ്പ് നൽകാനുള്ള തുക അനുവദിക്കാത്തതാണ് പുനരധിവാസ പദ്ധതി നീണ്ടുപോകാൻ കാരണം. 3 മാസമാണ് അവധി പറഞ്ഞിരിക്കുന്നത്. 3 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു കൊല്ലാകാൻ പോകണു. കഴിഞ്ഞ വേനൽക്ക് പണി ഇറങ്ങിയതാണ്. ഇതുവരെ പണി പൂർത്തിയാക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ മാറിക്കിട്ടണം. അതാണ് അതിനെ വേണ്ടിയാണ് ഇപ്പോൾ സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ ഈ വീട് പണി എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് വീട് പണി തീർക്കേണ്ട അത്യാവശ്യമാണ്. എത്ര പേരുണ്ട്? 13 വീട് ഇവിടെ ഒരു സ്ഥലത്തും അപ്പുറത്ത് അത് മൊത്തം 15 വീട്. ഇവിടെ 13 വീടും മറ്റേ നമ്മുടെ പള്ളിക്കുന്ന് പണ റോട്ടിൽ 2 വീട്, പിന്നെ വെള്ളപ്പുറത്ത് അനിയൻ്റെ അമ്മയ്ക്ക് രാജൻ്റെ ആൾക്കാരില്ല, രാജൻ്റെ വീട് അതും ഒന്നും പൂർത്തിയാക്കിയില്ല. പിന്നെ അവൻ പറയണത് കുറച്ച് പൈസ കിട്ടാണ്ടല്ലോ, അത് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഞാൻ 3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കണം പറഞ്ഞിട്ട്. 2018 പ്രളയത്തിൽ ഉന്നതിക്ക് ഭീഷണിയായി ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായതിനെ തുടർന്നാണ് ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ഓരോ കുടുംബത്തിനും 10 ലക്ഷം രൂപ വീതം അനുവദിച്ചു. 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും 4 ലക്ഷം രൂപ വീട് നിർമ്മിക്കാനുമാണ് റീബിൽഡ് കേരളയിൽ നിന്ന് അനുമതി ലഭിച്ചത്. 4 ലക്ഷം രൂപ കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാകില്ലെന്ന് കണ്ടതോടെ പട്ടികവർഗ വകുപ്പ് 2 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. ഉന്നതിയിൽ 17 വീടുകളാണുള്ളത്. ഇവർക്കായി മൈലാമ്പാടത്ത് സ്ഥലം കണ്ടെത്തി. 3 വർഷം മുമ്പ് വീടുകളുടെ നിർമ്മാണവും ആരംഭിച്ചു. 4 ലക്ഷം രൂപ ഉപയോഗിച്ച് മേൽക്കൂര വാർപ്പുവരെ പൂർത്തിയായിട്ട് 1.5 വർഷമായി. ട്രൈബൽ വകുപ്പ് അനുവദിക്കുന്ന 2 ലക്ഷം രൂപ ലഭിച്ചാൽ വീട് പണി പൂർത്തിയാക്കി ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയും. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം 50,000 രൂപ അനുവദിച്ചു. ഇതുപയോഗിച്ച് വീടിന്റെ തേപ്പ് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ 1 ലക്ഷം രൂപ വീതമാണ് അനുവദിക്കാറുള്ളത്. ഫണ്ടില്ലെന്ന് പറഞ്ഞ 50,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ബാക്കി 1.5 ലക്ഷം രൂപ കൂടി ലഭിച്ചാലേ വീട് പണി പൂർത്തിയാക്കാനാവൂ. മുഴുവൻ തുകയും ലഭിച്ചാൽ നിലം ടൈൽ വിരിക്കൽ, ശുചിമുറിയും പൂർത്തിയാക്കി താക്കോൽ നൽകാനാവുമെന്ന് കരാറുകാരൻ അറിയിച്ചു. ഈ മഴക്കാലത്തും ഉന്നതികളിലുള്ളവർ ചോർന്നൊലിക്കുന്ന വീടുകളിലാണ് കഴിയുന്നത്. മഴയ്ക്ക് മുൻപ് പുതിയ വീടുകളിലേക്ക് മാറണമെന്ന ആഗ്രഹം ഇതുവരെയും നടപ്പായില്ല. കുമരം പുത്തൂർ പയ്യനടം കോതറത്തോടിന്റെ ബണ്ട് തകർന്നിട്ട് 1 വർഷം. വെള്ളപ്പാച്ചിലിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. കുമരപുത്തൂർ വെള്ളപ്പാടം മുതൽ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള 150 ഏക്കർ കൃഷിക്ക് ജലസേചനത്തിനുള്ള തോടാണിത്. പ്രധാനമായും നെൽകർഷകർ ഈ തോടിനെ ആശ്രയിച്ചാണ് വിളവിറക്കിയിരുന്നത്. നെച്ചുള്ളി പടിഞ്ഞാറേക്കര റോഡിലെ പാലത്തിന് 100 മീറ്റർ മേൽഭാഗത്താണ് രാജേന്ദ്രൻ ഏറാടിയുടെ കൃഷിസ്ഥലത്തിന്റെ ഭാഗത്താണ് ബണ്ട് പൊട്ടിയത്. മഴ ശക്തമായതോടെ തോട്ടിലെ കുത്തൊഴുക്കിൽ 10,000-ലേറെ വാഴകളും ഏക്കർ കണക്കിന് കപ്പയും നശിച്ചു. മറ്റു വിളകൾക്കും നാശമുണ്ട്. ബണ്ട് പൊട്ടിയതിന്റെ താഴ്ഭാഗത്ത് തോട് വരണ്ട് കാടുപിടിച്ചാണ് കിടക്കുന്നത്. മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ കൃഷിയിടത്തിന് നടുവിലൂടെയാണ് വഴിമാറി ഒഴുകുന്നത്. 1 വർഷത്തോളമായി കോതരത്തോട് എന്ന് പറയുന്ന അത് പൊട്ടിയിട്ട് 1 വർഷത്തോളമായി. ഒരധികൃതരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം വന്ന് നോക്കി അളന്നൊക്കെ പോയി. അളന്നു പോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ പാസ്സായി സാക്ഷനായി എന്നൊക്കെ പറയുന്നുണ്ട് പൈസ. അതിനുശേഷം ഒരു പണി ഇവിടെ നടന്നിട്ടില്ല. കൃഷിസ്ഥലം കുറേ സ്ഥലം, കുറച്ചൊന്നുമല്ല, ഒരുപാട് സ്ഥലം ഇതിൻ്റെ താഴെ കേടുവന്ന് പോയിട്ട് നശിച്ചു പോയിട്ടുണ്ട്. പാടം തോടായി മാറിയിരിക്കും ചുരുക്കി പറഞ്ഞാൽ. അത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആരെങ്കിലും അധികൃതർ അത്
നേരാക്കുകയാണെങ്കിൽ ഉപകാരപ്പെടുമായിരുന്നു. എല്ലാ വർഷവും പല ഭാഗത്തും തോടിന്റെ ബണ്ട് പൊട്ടുന്നത് പതിവാണ്. കർഷകർ തന്നെ മുൻകൈയെടുത്താണ് ബണ്ട് ശരിയാക്കാറുള്ളത്. വെള്ളപ്പാടം മുതൽ താഴെ വരെ തോടിന്റെ ഇരുവശവും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് കർഷകർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റിന്റെയും വാർഡിലാണ് ബണ്ട് പൊട്ടിയിട്ടുള്ളത്. ഇത് ശരിയാക്കാൻ ആരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചതായി പറയുന്നുണ്ടെങ്കിലും ബണ്ട് കെട്ടാൻ തുടങ്ങിയിട്ടില്ല. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട ജോലി ഇതുവരെ ചെയ്തില്ലെന്നും കർഷകർ പറയുന്നു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത് അംഗങ്ങൾ സംയുക്തമായി ഫണ്ട് അനുവദിച്ച ഒരു പരിധിവരെ തോടിന്റെ ബണ്ട് പൊട്ടുന്നത് തടയാനാവും. എല്ലാ വർഷവും ബണ്ട് പൊട്ടി കൃഷി നശിക്കുന്നതും വെള്ളം കിട്ടാതെ വരുന്നതും തടയാൻ ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് കർഷകർക്ക് പറയാനുള്ളത്. 200 മീറ്റർ അപ്പുറത്താണ് തോട് പൊട്ടിയിട്ടുള്ളത്. ഈ പ്രാവശ്യത്തെ മഴയിൽ ഈ തോട് പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് നല്ലൊരു ശതമാനം കൃഷിക്കാർക്ക് വിളനാശം സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ രാമചന്ദ്രൻ ഏറാടി എന്ന് പറയുന്ന ആളുടെ സൈഡാണ്, ആ ഭാഗത്തുള്ള സൈഡാണ് പൊട്ടി. അതുവഴി താഴേക്ക് പാടങ്ങനെ 2 സൈഡിലായിട്ട് പോയി ഏതാണ്ട് കൃഷിക്കാർക്ക്, വാഴ വെച്ച കൃഷിക്കാർക്ക് വലിയൊരു നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് പറയേണ്ട, ഇത് പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഭരണാധികാരികളോട് ആവശ്യമായ രൂപത്തിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമാണ് അതിനൊരു 5 ലക്ഷം രൂപ ഈ പൊട്ടിയ സ്ഥലം കെട്ടുന്നതിന് വേണ്ടി പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ പണികളൊന്നും തന്നെ ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ടോ എന്തൊന്നറിയില്ല. എന്തായിരുന്നാലും പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ഈ സൈഡ് പഞ്ചായത്ത് ഗൗരവമായി, പഞ്ചായത്തും കുമരമ്പത്തൂർ പഞ്ചായത്തും കുമരമ്പത്തൂർ കൃഷി വകുപ്പും അതേപോലെ തന്നെ ഇത് ബാക്കി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കൃഷിക്കാർക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഈ തോടുപൊട്ടൽ പരിപാടി അതൊന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി ഈ തോടിൻ്റെ ഇരു സൈഡും കെട്ടി നല്ല നിലയ്ക്ക് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും കൃഷിനാശം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ കൂടി നടത്തണം. അതിന് എല്ലാ കൃഷിക്കാരും വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കൃഷിക്കാരനല്ല, എല്ലാ കൃഷിക്കാരും സഹായങ്ങൾ ചെയ്യും. ഒറ്റപ്പാലത്ത് വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മോഷണം പോയ മൊബൈൽ ഫോൺ തിരിച്ചുകിട്ടി. മോഷ്ടിച്ച വിദ്യാർത്ഥിയും മാതാപിതാക്കളും നേരിട്ട് എത്തിയാണ് ഫോൺ തിരികെ നൽകിയത്. ജൂൺ 12-നാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ചൈനീസ് ബസാറിലെ ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ മോഷണം പോയത്. പിലാത്തറ മുട്ടിപ്പാലം സ്വദേശിനി ശരണ്യയുടെ 24,000 രൂപയോളം വില വരുന്ന മൊബൈൽ ഫോണാണ് മോഷണം പോയത്. വിദ്യാർത്ഥികളെന്ന് തോന്നിക്കുന്ന 2 പേരുടെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. അന്ന് തന്നെ ശരണ്യ പോലീസിലും പരാതി നൽകി. കഴിഞ്ഞ ദിവസമാണ് പഴയന്നൂർ സ്വദേശിയായ വിദ്യാർത്ഥിയും മാതാപിതാക്കളും നേരിട്ടെത്തി ക്ഷമാപണം നടത്തി ശരണ്യയ്ക്ക് ഫോൺ കൈമാറിയത്. ഫോൺ കിട്ടിയതിനാൽ ഇവർക്കൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി ശരണ്യ പരാതി പിൻവലിക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഫോണ് പോയിട്ടുണ്ടായിരുന്ന. അവർ അറിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞത് പേരൻസ് കുട്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഫോണ് ഞങ്ങളുടെ കയ്യിൽ തന്നു. അത് കുഴപ്പമൊന്നുമില്ല, ഫോണിന് കംപ്ലൈൻ്റ് ഒന്നും പറ്റിയില്ല. കുട്ടിക്ക് അബദ്ധം സംഭവിച്ചതാണ്, ചെറിയ കുട്ടിയാണ്, അത് കാരണം കംപ്ലൈൻ്റ് ഒന്നും ഇല്ല പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ എഴുതി കൊടുത്തിട്ട് അവരെ പറഞ്ഞയച്ചു. കർക്കിടക വാവു ബലിതർപ്പണത്തിന് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം ഒരുങ്ങി. ബലിതർപ്പണത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തതായി വാവുബലിക്ക് നേതൃത്വം നൽകുന്ന പി അഖിൽ നമ്പീശൻ പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ 3:30 ബലിതർപ്പണം ആരംഭിക്കും. ബലിതർപ്പണത്തിന് പേരുകേട്ട പ്രധാന സ്നാനഘട്ടങ്ങളിലൊന്നാണ് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം. കർക്കിടക വാവു ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ 3:30 ബലിതർപ്പണം ആരംഭിക്കും. നവീകരിച്ച ഹാളിൽ ഉൾപ്പെടെ ഒരേ സമയം 300ഓളം ആളുകൾക്ക് ബലിതർപ്പണം നടത്താനുതകുന്ന രീതിയിലാണ് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. രാവിലെ ആനയൂട്ടും ഉണ്ടാകും. തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. 5000ഓളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. നിപ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വേണ്ട രീതിയിലുള്ള സംരക്ഷണവും സുരക്ഷയും ഒരുക്കുവാൻ പോലീസ്, മെഡിക്കൽ, ഫയർഫോഴ്സ്, ട്രോമാ കെയർ എന്നിവരുടെ സേവനങ്ങളും സജ്ജമാണെന്ന് വാവുബലിക്ക് നേതൃത്വം നൽകുന്ന പി അഖിൽ നമ്പീശൻ പറഞ്ഞു. പെരുങ്കാലങ്ങളിൽ നടത്തിയ പോലെ തന്നെ ഈ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്തപക്ഷം പൂർവ്വപിതൃക്കൾക്ക് തൃപ്തി കൊടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കറുത്ത വാവുബലിക്ക് ഏറെ പ്രസിദ്ധിയുണ്ട്. അത് നടത്തിക്കൊണ്ടുവരാൻ
വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളെല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ക്ഷേത്ര നിവാസികളും അതുപോലെ തന്നെ പോലീസ്, ആംബുലൻസ്, ഡോക്ടർമാർ, വോളണ്ടിയേഴ്സ് അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. അതിനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലത്തെ ഒരു മഹാമാരി നമ്മളെ തൊട്ടപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കൊന്നും അത് ബാധിക്കുന്ന രീതിയിലേക്ക് ആയിട്ടില്ല എങ്കിൽ കൂടി നല്ല വൃത്തിയായിട്ട് നമുക്കത് കൊണ്ടു നടത്താൻ പറ്റും എന്നുള്ളത് ഓർഡർ കിട്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സന്നാഹങ്ങളോട് കൂടിയിട്ടും അവനവൻ്റെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായാലും അവനവൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമുക്കത് മുമ്പിലേക്ക് കൊണ്ടുപോയി ഈ കർമ്മം ചെയ്ത് ഭക്തർക്കൊക്കെ തൃപ്തിയാവും വിധം ഈ കർമ്മങ്ങളെ നടത്തിക്കൊണ്ട് തൃപ്തിയായിട്ട് ഈ കർമ്മങ്ങൾ കഴിഞ്ഞ് ശ്രീരാമസ്വാമിയെ തൊഴുത് നിർവൃതി അടയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ദിവസങ്ങളിൽ, കർക്കിടക മാസത്തിലെ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഇവിടെ ശ്രീരാമസ്വാമി ആയതുകൊണ്ടും ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരുപാട് ഭക്തർ ഇപ്പോഴും വന്നു പോകുന്നുണ്ട്. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 11 വരെ രാമായണ പാരായണവും നടക്കുന്നുണ്ട്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദീർഘകാലം പട്ടാമ്പി ഏരിയ സെക്രട്ടറിയുമായിരുന്ന N. ഉണ്ണികൃഷ്ണനെ അനുസ്മരിച്ചു. ഓങ്ങല്ലൂരിൽ നടന്ന അനുസ്മരണം മുതിർന്ന CPM നേതാവ് P. ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയുടെ രാഷ്ട്രീയ വളർച്ച തന്നെ പട്ടാമ്പിയുടെ ഈ പുതിയ ആസ്ഥാനം മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൂടിയുണ്ടാകുന്നത്. പട്ടാമ്പിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആസ്ഥാനമുണ്ട്. നമുക്കറിയാം TMS 1957 ശേഷം ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പ് ആലത്തൂരിൽ അസംബ്ലി നിയോജകം നടത്തി ഇടയ്ക്കിൽ നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നമ്മൾ ക്രമീകരിക്കുന്ന മേഖലകളിൽ. പക്ഷെ നമുക്ക് പാർട്ടി അങ്ങനെ പറയുന്ന സഭ EMSനെയോ അന്നത്തെ പാർട്ടിയെ കുറ്റപ്പെടുത്താൻ തന്നെ പറ്റുണ്ടോ? ഇല്ല. കാരണം അന്നത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പാർട്ടി ഓഫീസല്ല. നേരെ മറിച്ച് കൃഷിക്കാരൻ്റെ ഭൂമിയുടെ പ്രശ്നമാണ്, ഭൂപരിഷ്കരണത്തിൻ്റെ പ്രശ്നമാണ്, ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള സാമൂഹിക വ്യവസ്ഥയിലെ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഏറ്റവും പ്രധാനമന്ത്രിയുടെ കൊണ്ട് ആസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ഡോക്ടർ അനിൽ ചേലേമ്പ്ര അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികവും ഫാസിസത്തിൻ്റെ വേഷപ്പകർച്ചകളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം T.K. നാരായണദാസ് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച പോരാളികളായ ഡോക്ടർ C.P. ചിത്രഭാനു, T.K. രവീന്ദ്രൻ, വിപ്ലവം ബാലൻ എന്നിവരെ ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ C. അച്യുതൻ, N.P. വിനയകുമാർ, സംഘാടക സമിതി കൺവീനർ A.M. നാരായണൻ എന്നിവർ സംസാരിച്ചു. കർക്കിടക മാസത്തിൽ തുടർച്ചയായ 10 വർഷത്തിലധികമായി ശബരിമല സന്നിധാനത്ത് പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം വാദ്യകലാകാരന്മാർ. ഇത്തവണ 41ഓളം കലാകാരന്മാരാണ് പാലക്കാട് ജില്ലയിലെ കൈലിയാട് പഞ്ചവാദ്യ സംഘത്തിന്റെ പേരിൽ സന്നിധാനത്ത് വാദ്യാർച്ചന നടത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി കർക്കിടക മാസത്തിലെ 5-ാം തീയതി മാസപൂജകൾ കഴിഞ്ഞ് നട അടയ്ക്കുന്ന ദിവസമാണ് കൈലിയാട് പഞ്ചവാദ്യം സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സന്നിധാനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു വരുന്നത്. ഇക്കുറിയും മുടങ്ങാതെ കലാകാരന്മാർ സന്നിധാനത്തെത്തി 1.5 മണിക്കൂറിലധികം നേരം പഞ്ചവാദ്യം അവതരിപ്പിച്ചു. തിമിരയിൽ കൈലിയാട് ബാലകൃഷ്ണനും, മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും, കുമ്പിൽ എളനാട് ഗോവിന്ദൻകുട്ടിയും, ഇടക്കയിൽ കുളപ്പള്ളി വിജുവും പ്രമാണിമാരായ മേജർ സെറ്റ് പഞ്ചവാദ്യത്തിൽ 41ഓളം കലാകാരന്മാരാണ് അണിനിരുന്നത്. സന്നിധാനത്തിൽ 18-ാം പടിക്ക് താഴെയായാണ് ഇക്കുറി കലാകാരന്മാർ പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. കർക്കിടക മാസത്തിൽ ഇത്തരത്തിൽ വാദ്യാർച്ചന നടത്താൻ അവസരം നൽകുന്ന ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന ജീവനക്കാരോടും നന്ദിയുണ്ടെന്ന് കൊമ്പ് കലാകാരനായ കൈലിയാട് രാജേഷ് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ കൈലിയാട് പഞ്ചവാദ്യ സംഘം എന്ന പേരിലാണ് ഇവിടെ കൊട്ടാൻ വേണ്ടി വരുന്നത്, ടീം സെറ്റ് ചെയ്യുന്നത്. ഇത് കൈലിയാടുള്ളവരല്ല, പല ഭാഗത്തുള്ളവരും സഹകരിക്കാറുണ്ട്. എങ്കിലും അതിന് വന്നു കഴിഞ്ഞാൽ ഒരു 10-40 പേര് ചുരുങ്ങിയത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ വരുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്ക് വേണ്ടുന്ന നല്ല സഹകരണം അവിടെ ചെയ്തു തരാറുണ്ട്. വേണ്ടുന്നതായ 2-3 കൊല്ലം മുമ്പൊക്കെ ക്ഷേത്രത്തിനോട് ചേർന്ന ഗണപതി അമ്പലത്തിന് മുന്നിലൊക്കെയാണ് പഞ്ചവാദ്യം കൊട്ടിയാറുള്ളത്.
ഇപ്പോൾ അതിനുള്ള അനുമതി അവിടെ നിന്ന് വലിയ ഹൈക്കോടതി വിധിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും 18ാം പടിക്ക് താഴെയിലും കൊട്ടാനുള്ള ഒരു അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അതിന് സൗകര്യങ്ങൾ ചെയ്തു തന്നുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ മറ്റു ഉദ്യോഗസ്ഥന്മാർ എല്ലാവരോടും ഞാൻ കൈലാട് പഞ്ചവാദ്യ സംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. മുമ്പ് കൈലാട് പ്രദേശത്തെ കലാകാരന്മാരെ മാത്രം സംയോജിപ്പിച്ചായിരുന്നു വാദ്യാർച്ചന നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓരോ വർഷവും കേരളത്തിലെ പേരുകേട്ട വാദ്യപ്രമാണിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ് NSS വളണ്ടിയർമാരെ ഹരിയാനയിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുത്തു. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഹിഷാം ജാഫർ അലി, ഫാത്തിമ ഷാമില എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന യൂത്ത് ടീമിലാണ് ഇവർ ഇടം പിടിച്ചത്. ജൂലൈ 23 മുതൽ 26 വരെ ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ കേരളത്തിൽ നിന്നും 25 അംഗ സംഘം പങ്കെടുക്കുന്നുണ്ട്. ഈ സംഘത്തിലേക്കാണ് പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജിലെ 2 NSS വളണ്ടിയർമാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഹിഷാം ജാഫർ അലി, ഫാത്തിമ ഷാമില എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചാണ് ഇവർ യൂത്ത് ടീമിൽ ഇടം പിടിച്ചത്. നോഡൽ ഓഫീസറായ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ VP ഷിൻഡോ, എസ്കോട്ട് ഓഫീസർ മേപ്പയൂർ ആവാഹ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ P ഫാത്തിമ മഷീദ എന്നിവരാണ് കേരള സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്ന ദേശീയ ആശയത്തെ ആസ്പദമാക്കി നടക്കുന്ന ഈ സമഗ്ര പരിപാടിയിൽ 900 യുവപ്രതിഭകൾ അവരുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ കലാസാംസ്കാരിക വൈഭവം അവതരിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. 28 സംസ്ഥാനങ്ങളിലെയും 8 യൂണിയൻ ടെറിട്ടറികളിലെയും യുവ പ്രതിനിധികൾ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഈ ദേശീയവേദിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വിവിധ സെഷനുകളിൽ പങ്കെടുക്കുവാനും കലാസാംസ്കാരിക അവതരണത്തിനും യൂണിവേഴ്സിറ്റി സംഘത്തിന് അവസരമുണ്ടാകും. പെരിന്തൽമണ്ണ PTM കോളേജ് NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ യൂത്ത് ടീം അംഗങ്ങൾക്ക് നൽകിയ യാത്രയപ്പ് പ്രിൻസിപ്പൽ ഡോക്ടർ അഫ്സൽ ജമാൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അനില, ഡോക്ടർ വിബേഷ്, ഡോക്ടർ മുഹമ്മദ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഹോമിയോ ശാസ്ത്രവേദിയുടെ 28ാമത് ഡോക്ടർ സാമുവൽ ഹാനിമാൻ ദേശീയ പുരസ്കാരത്തിന് ചെർപ്പുളശ്ശേരി നെല്ലായ ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനീഷ് മോഹൻ അർഹനായി. കോഴിക്കോട് വെച്ച് നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അവാർഡ് സമ്മാനിച്ചു. ത്വക്കുരോഗ ചികിത്സയിലെയും ശിശുരോഗ ചികിത്സയിലെയും മികവും സംരംഭക രംഗത്തെ നൂതനമായ കാൽവെപ്പുകളും സാമൂഹ്യ സേവന രംഗത്തെ സംഭാവനകളും സംഘടനാ മികവും കണക്കിലെടുത്താണ് നെല്ലായ ഹോമിയോ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനീഷ് മോഹൻ പുരസ്കാരത്തിന് അർഹനായത്. 33,333 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ അനീഷ് മോഹൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരിക ശിവനുമായി ചേർന്ന് തൈറോയ്ഡ് രോഗങ്ങളിലും PCODയിലും നടത്തിയ ഗവേഷണങ്ങളും അവാർഡിന് പരിഗണിക്കപ്പെട്ടു. കോഴിക്കോട് ഹോട്ടൽ സീഷലിൽ നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അവാർഡ് സമ്മാനിച്ചു. ആതുരാശ്രമം NSS ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് സ്ഥാപകനും ആതുരാശ്രമം മഠാധിപതിയുമായിരുന്ന സ്വാമി ആതുരാദാസിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സ്വാമി ആതുരാദാസ് സംസ്ഥാന അവാർഡ് ചെങ്ങന്നൂർ സ്വദേശിനി ഡോക്ടർ ബിനി ബൈജുവിനും MLA സമ്മാനിച്ചു. ഹോമിയോ ശാസ്ത്രവേദി ചെയർമാൻ ഡോക്ടർ TN പരമേശ്വരക്കുറുപ്പിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ ബിനോയ് S വല്ലഭശ്ശേരി, ഡോക്ടർ SG ബിജു, ഡോക്ടർ EA ഷൈബുരാജ്, ഡോക്ടർ രാകേഷ് കൃഷ്ണ, ഡോക്ടർ S സരിത് കുമാർ, ഡോക്ടർ V ശ്രീകാന്ത്, ഡോക്ടർ PK ഷഹീബ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏറെ സന്തോഷം ഈ ഒരു അവാർഡ് ലഭിച്ചതിൽ. പ്രത്യേകിച്ച് ഹോമിയോപ്പതിയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ ക്രിസ്ത്യൻ ഫ്രെഡറിക് സാമുവൽ ഹാനിമാൻ്റെ പേരിലുള്ള ഒരു അവാർഡ് 28ാമത്തെ അവാർഡാണ് എനിക്ക് ലഭിച്ചത്. കൂടുതലായിട്ടും സംഘാടക സമിതി ഇതിന് പരിഗണിച്ചത് സ്കിൻ ചികിത്സയിൽ, ത്വക്ക് ചികിത്സയിലെ വൈദഗ്ധ്യം, പിന്നെ PCOD, മൈഗ്രെയിൻ, അലർജി ഡിസീസസ്, കുട്ടികളുടെ പീഡിയാട്രിക് ഡിസീസസ് അതൊക്കെയാണ് കൺസിഡർ ചെയ്തത്. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ചെർപ്പുളശ്ശേരിക്കടുത്ത് നെല്ലായിലാണ് പ്രാക്ടീസ് കൊണ്ടിരിക്കുന്നത് ഹോമിയോ കെയറിൻ്റെ സ്ഥാപനത്തിൽ. അന്ന് മുതൽ ഇന്നോളം എൻ്റെ അടുത്ത് വന്ന അവരുടെ വേദനയ്ക്കും അസുഖങ്ങൾക്കും ഒരു ആശ്വാസത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്ന ഹോമിയോപ്പതി ചികിത്സയ്ക്കായിട്ട് എന്നെ സമീപിച്ച എല്ലാ രോഗികൾക്കും ഈ ഒരു അവാർഡ് സമർപ്പിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട് ഒരിക്കലും.
ഷോർട്ട് ന്യൂസ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ വിനിയോഗിച്ച് 146 ഗുണഭോക്താക്കൾക്കാണ് കിറ്റുകൾ നൽകിയത്. പ്രസിഡന്റ് KM ഹനീഫ വിതരണോദ്ഘാടനം നിർവഹിച്ചു. KM ഷൗക്കത്ത് അധ്യക്ഷനായി. K അനസ്, ഉമ്മർകുന്നത്ത് C വിജിത, ഖദീജ കാസിം, R പ്രഭാവതി, ഫസീല നൌഷാദ്, നിഷ രാമൻ, EP ബഷീർ, K ഇന്ദിര എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമുക്ക് സർക്കാരിൽ നിന്ന് ഇതേപോലെ കിറ്റ് എല്ലാ വർഷവും കിട്ടിയിരുന്നു. 2-3 വർഷമായിട്ട് സർക്കാരിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള കിറ്റുകൾ ലഭ്യമാകുന്നില്ല. അത് സർക്കാർ നിർത്തിവെച്ചു. അപ്പോൾ ഈ ആശ്രയ ഗുണഭോക്താക്കൾ ഏറെ പാവപ്പെട്ടവരാണ്, വളരെ കഷ്ടമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ആളുകളാണ് എന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ബോധ്യമുള്ളതിനാൽ നിങ്ങളെ അങ്ങനെ കിറ്റില്ലാതെ ഓരോ മാസവും ലഭ്യമാകുന്ന കിറ്റ് നിങ്ങൾക്ക് മതിയായ കിറ്റല്ല, എങ്കിലും ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യണം എന്നുള്ളതിൻ്റെ പേരിലാണ് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് കഴിഞ്ഞ വർഷവും അതേപോലെ തന്നെ ഈ വർഷവും നമ്മൾ ആശ്രയ ഗുണഭോക്താക്കൾക്ക് കിറ്റ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതാരും മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നും നൽകുന്നതല്ല. BJP പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റായി ചളവറ സ്വദേശിയായ KV ജയൻ മാസ്റ്ററെ തെരഞ്ഞെടുത്തു. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് മേഖല. നേരത്തെ BJP ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളും KV ജയൻ മാസ്റ്റർ വഹിച്ചിട്ടുണ്ട്. 5 വർഷം ചളവറ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. ജനനായകനെ അവസാനമായി ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തി ജനസഹസ്രം. വിലാപയാത്രയിലും VSനെ കാണാൻ തിങ്ങി നിറഞ്ഞ് പാതയോരങ്ങൾ. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3-ന് ആലപ്പുഴയിൽ. കാട്ടാന ആക്രമണത്തിൽ അട്ടപ്പാടിയിൽ വീണ്ടും മരണം. ചീരങ്കടവ് ഉന്നതിയിലെ വെള്ളിങ്കിരി ആണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. പശുവിനെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോയ വെള്ളിങ്കിരിയെ ആന ആക്രമിക്കുകയായിരുന്നു. ഒറ്റപ്പാലത്ത് റെയിൽപാളത്തിൽ അപകടകരമായ രീതിയിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വച്ച നിലയിൽ കണ്ടെത്തി. മായന്നൂർ മേൽപ്പാലത്തിന് സമീപമാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയത്. പോലീസും RPFും അന്വേഷണം തുടങ്ങി. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന മണ്ണാർക്കാട് കാരാപ്പാടം ആദിവാസി ഉന്നതിയിലുള്ളവരുടെ പുനരധിവാസം വൈകുന്നു. 3 വർഷമായിട്ടും പദ്ധതി പൂർത്തിയായില്ല. ഊരുവാസികൾ കഴിയുന്നത് ചോർന്നൊലിക്കുന്ന തകർന്നു വീഴാറായ വീടുകളിൽ. കുമരംപുത്തൂർ പയ്യനടത്ത് തോടിന്റെ ബണ്ട് തകർന്നത് പുനർനിർമ്മിച്ചില്ല. വെള്ളപ്പാച്ചിലിൽ സമീപത്തെ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.